അശാന്തമായി വീണ്ടും പശ്ചിമേഷ്യ. ഇറാനിലേക്ക് ആക്രമണം നടത്തിയ അമേരിക്കൻ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ തിരിച്ചടി. 2 തുറമുഖങ്ങൾ ഉൾപ്പെടെയാണ് അമേരിക്ക ആക്രമിച്ചത്. യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടരുമെന്ന് ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഒരൊറ്റ പേജ് സമവായത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നതിനിടയിലാണല്ലോ ഇത്തരത്തിൽ സംഭവം. ഇറാൻ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു. പക്ഷേ അമേരിക്ക നേരെ തിരിച്ച് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നും കരുതുന്നു. എന്താണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം? എൽദോ, കഴിഞ്ഞ ദിവസമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി യുദ്ധം അവസാനിച്ചു എന്ന തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ട്രംപും ഇതുതന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. നേരത്തെ യുദ്ധം അവസാനിക്കുന്നു എന്ന സൂചന അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സ്ഥിതികൾ അത്ര സുഖകരമല്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ടെഹ്റാനിലേക്ക് ഉൾപ്പെടെയാണ് ഈ ആക്രമണം നടന്നത്. അതോടൊപ്പം തന്നെ 2 തുറമുഖങ്ങൾ, ഖേഷം, അതോടൊപ്പം തന്നെ ബന്ദർ അബ്ബാസ്, ഈ 2 തുറമുഖങ്ങളിലേക്കും അമേരിക്കൻ സേന ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടെയുള്ള ഈ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതിൻ്റെ സംഭരണ കേന്ദ്രങ്ങളിലേക്കാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതിന് അമേരിക്ക കാരണമായി പറയുന്നത് അമേരിക്കയുടെ എണ്ണക്കപ്പൽ ഇറാൻ ആക്രമിച്ചു എന്ന കാര്യമാണ്. ഈ കാര്യം നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധമുള്ള കപ്പലുകളോ ഹോർമൂസ് വഴി കടന്നുപോയാൽ ആക്രമിക്കുമെന്ന കാര്യം. എന്നാൽ യുദ്ധം അവസാനിച്ചു എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷവും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അതിന് അനുകൂലമായൊരു പ്രതികരണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അമേരിക്കൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ തിരിച്ചടിയാണ് ഉണ്ടായതെന്ന വിശദീകരണമാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന സമാധാനം പുലരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടരും എന്ന് തന്നെയാണ്. ഒറ്റ പേപ്പറിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇറാൻ 14 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അമേരിക്ക അംഗീകരിക്കുമോ എന്നറിയില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇറാനും തയ്യാറായിട്ടില്ല. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷേ ഇരു വിഭാഗത്തിൻ്റെയും സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. മാത്രമല്ല, ഈ തെക്കൻ ഇറാനിലേക്കും ടെഹ്റാനിലേക്കും ഒക്കെ തന്നെ അമേരിക്കയുടെ ആക്രമണം നടന്നിരിക്കുന്നു. ഇതിൽ ഖേഷം തുറമുഖത്ത് ഏതാണ്ട് 1.5 ലക്ഷം ആളുകൾ താമസിക്കുന്നൊരു ദ്വീപാണ്. ആ ദ്വീപിലേക്കാണ് ആക്രമണം ഉണ്ടായത്. അവിടെ ഈ ജലശുദ്ധീകരണ കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിലേക്കും ആക്രമണം നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, അവർക്ക് അവരുടെ സ്വൈരജീവിതം തകരുന്ന തരത്തിലേക്ക് ഈ ആക്രമണങ്ങൾ വീണ്ടും മാറുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനമുണ്ടായി, യുദ്ധം തുടരില്ല എന്ന കാര്യം. പക്ഷേ ഇപ്പോഴും അങ്ങോട്ടും സൈന്യം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. റൈറ്റ്. വിനോദാണ് വിവരം നൽകിയത്. ന്യൂസ് ഡെസ്കിൽ.